കോൺകേവ് മിററാണ് വെച്ചിട്ടുള്ളത്. മിറർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇമേജ് ഇപ്പുറത്തെ സൈഡിലാണ് കിട്ടുക. ഞാനിപ്പോൾ 15 സെൻറ്റിമീറ്റർ, അതായത് ഇവിടെ യു വെച്ചിട്ടുള്ളത് 15 സെൻറ്റിമീറ്ററാണ്. ഇപ്പോൾ യു വി മെത്തേഡാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇതിൻ്റെ സെൻറ്റർ വരെ 15 സെൻറ്റിമീറ്ററിലാണ് വെച്ചാണ്. ഇത് പതുക്കെ ഒന്ന് ഇങ്ങോട്ട് ചരിക്കുമ്പോൾ നമുക്കിവിടെ ഒരു ഇത് കിട്ടും. ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ നമുക്ക് 2 ക്രോസ് വയറും ക്ലിയർ ആയിട്ട് കിട്ടുന്ന ഭാഗത്ത് നമുക്ക് നിർത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഡിസ്റ്റൻസ് ഞാൻ അളക്കണം. അതായത് ഇതിൻ്റെ ഈ വൈറ്റ് പോർഷനിൽ നിന്ന് ഇതിൻ്റെ സെൻറ്ററിലേക്ക്, ഇതിൻ്റെ സെൻറ്റർ അളക്കാൻ വേണ്ടി ഒരു സ്കെയിൽ അങ്ങനെ വെച്ചിട്ട് കൃത്യം ഇത് എത്ര പോയിൻ്റ് എന്ന് നോക്കാം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് വി കിട്ടിയത് 51 എന്നാണ്. 51 അങ്ങനെ യു പ്ലസ് വിക്ക് ബ്രാക്കറ്റൊക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് 11.59 ആണ് ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് കിട്ടുന്നത്. ഇനി ഇതുപോലെ കോൺവെക്സ് ലെൻസ് പോലെ തന്നെ 20, 25, 30, 35 യു മാറ്റുക. അതനുസരിച്ച് വി മാറിക്കൊണ്ടിരിക്കും. അതായത് വി കുറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്യുക. എങ്ങനെ പോയാലും ഈ എഫ് എന്ന് പറയുന്നത് 11 പോയിൻ്റ് തന്നെയായിട്ട് ഏകദേശം 11 വെച്ചിട്ട് അധികം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വ്യത്യാസമില്ലാത്ത പോലെ നമുക്ക് ഫോക്കൽ ലെങ്ത് കിട്ടും. അങ്ങനെ ഒരു 5 സെറ്റ് റീഡിങ് 11ൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ അത് മീൻ കാണുമ്പോഴും 11 തന്നെയായിരിക്കും. അതാണ് യു വി മെത്തേഡ് വഴിയായിട്ടുള്ള ഫോക്കൽ ലെങ്ത്. ഈ കോൺകേവ് മിററിൻ്റെ ഡിസ്റ്റൻ്റ് ഒബ്ജക്റ്റ് മെത്തേഡാണ്. അതായത് പള്ളീനെ ഫോക്കസ് ചെയ്യുന്നു. ഇത് സ്ക്രീൻ വെക്കുന്നത് ഇപ്പുറത്ത് വെക്കുന്നതിന് പകരം ഇപ്പുറത്ത്, കാരണം ലൈറ്റ് വന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ട് വേണം ഇവിടെ കിട്ടാനായിട്ട്. അപ്പോൾ എനിക്ക് ഏകദേശം ഇതൊരു 12ൻ്റെ അടുത്തൊക്കെ അതിൻ്റെ ഫോക്കൽ ലെങ്ത് കിട്ടുന്നുണ്ട്. അത് ഇവിടെ എഴുതുന്നു. ഇത് തന്നെ ഒരു 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക, ഒരു 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. അതാണ്. അപ്പോൾ ഏകദേശം 12ൻ്റെ അടുത്ത് തന്നെ ഫോക്കൽ ലെങ്ത് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് യു വി മെത്തേഡ് വെച്ച് 11.59, ഇപ്പോൾ 12. അതിൽ അത്രയും വ്യത്യാസം ഉണ്ടാവുള്ളൂ. അതിലും കൂടുതൽ വ്യത്യാസങ്ങൾ ഏത് മെത്തേഡിൽ കൂടെ ചെയ്താലും ഫോക്കൽ ലെങ്ത്തിന് ഉണ്ടാവില്ല. അപ്പോൾ കോൺകേവ് മിററിൻ്റെ ഈ 2 മെത്തേഡാണ്, ഡിസ്റ്റൻ്റ് ഒബ്ജക്റ്റ് മെത്തേഡും അതുപോലെ തന്നെ യു വി മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത്.